നമ്മുടെ ആലപ്പുഴ തീരദേശത്തെ പ്രിയദർശിനി ജംഗ്ഷനിലുള്ളൊരു പൊഴിയുണ്ട്. അവിടുത്തെ പൊഴി മുറിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പൊഴി മുറിച്ച് കഴിയുമ്പോൾ ഇഷ്ടംപോലെ മീൻ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരും. അത് വീശാൻ വേണ്ടിയിട്ട് ആശാനും ശിഷ്യന്മാരും കൂടെ നിൽക്കുകയാണ് വീശാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് മീൻ വരാലി ഒരു വരാലിനൊക്കെ ഉണ്ട്. അത് വീശി വരാലിനൊക്കെ വീശി വരാലാണോ കണ്ണിയാണെന്ന് നമുക്ക് നോക്കാം. വെച്ച് കയറുമ്പോൾ അറിയാൻ പറ്റാം. വരാലി കണ്ണി ഇഷ്ടംപോലെയുള്ള പൊഴിയാണ്. അത് കണ്ണിയാണ്. ഒരു കണ്ണീനെ കിട്ടി നമ്മുടെ മനുഷ്യരുടെ കണ്ണീനെ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു 1/2 കിലോ വരുന്നൊരു കണ്ണിയാണ്. കണ്ണീനെ എടുത്തിട്ട് നമ്മൾ ഈ പൊഴി എന്ന് പറയുമ്പോൾ നമ്മുടെ കിഴക്കൻ മേഖലകളിൽ വെള്ളം നിറയുമ്പോൾ നമ്മുടെ കടലിലേക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നു. അടുത്ത കുട്ടപ്പൻ ചേട്ടൻ വരാലിനൊക്കെ വരാലിൻ്റെ പകുതി വരെ കരക്കാണ്. എന്നാലും വരാലി തീരെ നോക്കാനകത്ത് വരാലുണ്ട്. നമ്മുടെ വികാസാണ്. വികാസ് പുറകെ പോകാനാണ്. വരാൽ പൊളിച്ച് വെള്ളത്തിലേക്ക് എത്ര വേണേലും പോകും. നല്ല കരുത്തുള്ള മീനാണ്. അപ്പോൾ അതുകൊണ്ട് വികാസ് പുറകെ നിൽക്കുന്നു. അപ്പുറത്ത് മനുച്ചേട്ടൻ പിന്നെയും വീശി. മനുച്ചേട്ടൻ്റെ വലയിൽ എല്ലാം വല്ലതും ഉണ്ടോ? ഒന്നും കാണുന്നില്ല അതിനകത്ത്. ഇപ്പോൾ ഇഷ്ടമില്ല വല്ലതും ഉണ്ടോ? അതേ വരാലി ആടുന്നുണ്ട് കേട്ടാ. അല്ല കിടുക്കാച്ചി ഒരു വരാലി ആടുന്നുണ്ട് വലയിൽ കിടന്നിട്ട്. അത് വലിച്ച് കയറ്റി തിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് മനുച്ചേട്ടൻ പിന്നെയും വീശി വരാലുണ്ട്. കളിച്ച് കയറുന്നുണ്ട്. അതിനകത്ത് വരാനുള്ള നോക്കാം. കാരണം ഇഷ്ടംപോലെ വരാനുള്ള പൊഴിയാണ്. പലതരത്തിലുള്ള മീനുകൾ ഒക്കെ ഉള്ള പൊഴിയാണ്. നല്ല ആഴമുള്ള പൊഴിയുമാണ്. വൈക്ക് വരാൽ കിടപ്പുണ്ട് കേട്ടോ. വലിയ വരാൽ അപ്പോൾ അത് നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൊഴിയിൽ കിഴക്കൻ മേഖലയിൽ വെള്ളം എന്ന് പറയുമ്പോൾ ഈ കടലിലേക്ക് വെള്ളം മുറിച്ച് വെച്ചു. അപ്പോൾ അങ്ങനെയാണ് കിഴക്കത്തെ വെള്ളമെല്ലാം